നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 10 വർഷം മുമ്പ് ഹൂതികൾക്കെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ സൗദി അന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. 15 ദിവസത്തിനിടെ ഹൂതികളെ അക്രമം അവസാനിപ്പിച്ച് യമന് ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സംഭാവന ചെയ്യും. പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. 2015 യുദ്ധം തുടങ്ങി 8 വർഷത്തിനിപ്പുറം എത്തുമ്പോഴും ഹൂതികളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, യമനിൽ ബാക്കിയായത് അഭയാർത്ഥികളുടെയും കൊല്ലപ്പെട്ടവരുടെയും തീരാ കണക്ക് മാത്രം. ഒപ്പം കോളറയടക്കമുള്ള പകർച്ചവ്യാധികളുടെ ദുരിതം വേറെയും. ഹൂതികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇതിനിടെയാണിപ്പോൾ ഇസ്രയേൽ ഹമാസ് പോരാട്ടം കനക്കുന്നതും പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നതും. ഹൂതികൾക്കും ഇവർക്ക് ആയുധം ഉൾപ്പെടെയുള്ള സഹായം എത്തിക്കുന്ന ഇറാനും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി കളത്തിലിറങ്ങിയതോടെ യുദ്ധത്തിന്റെ ഗതി ഇനി എന്താകും എന്ന ആശങ്കയിലാണ് ലോകം. ഹൂതികളിപ്പോൾ ബാബൽ അൽ മൻഡബ് വളഞ്ഞിരിക്കുകയാണ്. കാരണം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടാണ് ഇത്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുമുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബൽ അൽ മാൻഡബിൽ എത്തി വേണം അറബിക്കടലിലേക്ക് കടക്കാൻ. ഇവിടെയാണ് ഗറില്ല ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ഹൂതികൾ. യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹൂതികൾ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ, കപ്പൽ പിടിച്ചെടുക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു. ഇത് ചരക്കുനീക്കത്തെ അടക്കം ബാധിച്ചു. വിലക്കയറ്റമടക്കമുള്ള പ്രതിസന്ധിയിലേക്കും നയിച്ചു. ഓരോ വർഷവും 17,000 കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നുപോകാറുണ്ട്. ഹൂതികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽപാത ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ലോകത്താകമാനമുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ഹൂതികൾക്ക് മരണ വാറണ്ടുമായി വന്നിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതത്തിന് വഴിവെച്ചു. രാജ്യങ്ങളുടെ ചരക്കു വിതരണത്തിൽ അത്ര പ്രധാനപ്പെട്ടത് തന്നെയാണ് ചെങ്കടൽപാത. ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അധീനതയിലുള്ള ബാബർ അൽ മാൻഡബിന്റെ പരിസരമാണ് ഹൂതികൾ കപ്പലാക്രമണത്തിന് തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയുടെ മാത്രം 20% ചരക്കു നീക്കം ഇതുവഴിയാണ് നടക്കുന്നത്. മൊത്തം ലോക വ്യാപാരത്തിന്റെ 12% ചരക്കും ചെങ്കടൽ വഴി നീങ്ങുന്നു. ചെങ്കടലിൽ ഹൂതികൾ ചരക്ക് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിനു പിന്നിൽ ഇറാനാണെന്നാണ് നേരത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നത്. ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചെടുക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. അന്നും ഇതിനെ ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തത്. കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി UK, കാനഡ, ഫ്രാൻസ്, ബഹ്റൈൻ, നോർവേ, സ്പെയിൻ എന്നിവരടക്കം 20ഓളം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ഇറാന്റെ പിന്തുണ ഇല്ലെങ്കിൽ ഹൂതികൾക്ക് നിലനിൽക്കാനാവില്ല എന്നും അതുകൊണ്ട് ഹൂതികൾ നടത്തുന്ന എല്ലാ ആക്രമണത്തിനും ഉത്തരവാദി ഇറാനായിരിക്കുമെന്നും US സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇറാന്റെ പിന്തുണയില്ലെങ്കിൽ ഹൂതികൾക്ക് ഇത്രകാലം ഈ ആക്രമണ പരമ്പരകളെ നീട്ടിക്കൊണ്ടുപോകാനാവില്ല. അവർക്ക് പിൻവാങ്ങുന്നതാണ് നല്ലത്. അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടികളെ നേരിടേണ്ടി വരുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ വിദേശ നയത്തിൽ ഇടപെടാൻ US-ന് അവകാശമില്ല എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ പ്രസ്താവന. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 2023 മാർച്ച് 19 ചെങ്കടലിൽ കപ്പലുകൾക്കു നേരെ ഹൂതികൾ ആരംഭിച്ച ആക്രമണം ജനുവരിയിലുണ്ടായ വെടിനിർത്തൽ പ്രഖ്യാപനം വരെ നീണ്ടിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞയാഴ്ച കപ്പലുകൾക്കെതിരെ വീണ്ടും ആക്രമണം ഉണ്ടായതോടെയാണ് യമനിലെ സൈനിക നടപടിക്ക് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത്. ഹൂതികളെ മാത്രമല്ല, സഹായിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും ശിക്ഷിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ കഴിഞ്ഞ 2 വർഷത്തോളം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽയുദ്ധം കരയിലേക്ക് കൂടി വ്യാപിച്ചു. മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് തന്നെ ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൈനിക നീക്കം ആരംഭിച്ചിരുന്നു.
വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനുകളും നടന്നിരുന്നു. പക്ഷേ അപ്പോഴും ഹൂതികൾ കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണം തുടരുകയായിരുന്നു. മാർച്ച് 16-ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 50-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന കപ്പലാക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യമന് മുകളിൽ തീമഴ പെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. തന്റെ ഔദ്യോഗിക ട്രൂത്ത് പേജിലൂടെയാണ് ട്രംപ് പ്രതികരിച്ചത്. ഹൂതികളുടെ ആക്രമണത്തെ ബാർബേറിയൻ ആക്രമണത്തോടാണ് ട്രംപ് ഉപമിച്ചത്. ഹൂതി ബാർബേറിയന്മാർക്ക് വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ന്യായമായ പോരാട്ടമല്ല, അവർ നശിപ്പിക്കപ്പെടുമെന്നുമാണ് ട്രംപ് തന്റെ ട്രൂത്ത് പോസ്റ്റിൽ കുറിച്ചത്. ചെങ്കടലിൽ നിരവധി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾ ലക്ഷ്യമിട്ട് വിദേശ ഇറാൻ പിന്തുണയോടെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഇറാനെ നേരിട്ട് ഉത്തരവാദിയാക്കുമെന്നും യമൻ ജനത വെറുക്കുന്നവരാണ് ഈ ഹൂതികളെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. ഹൂതികൾ നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾ ഇറാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും ഇറാൻ തന്നെയാണ് ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നുമാണ് പറയുന്നത്. ഹൂതികൾ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും പ്രതികാര നടപടിയെയും വലിയ ശക്തിയോടെ നേരിടും. ആ ശക്തി എവിടെ അവസാനിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് ട്രംപ് ഇറാനും ഹൂതികൾക്കും താക്കീത് നൽകിയിട്ടുണ്ട്. ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുകയും പണവും അത്യാധുനിക സൈനിക ഉപകരണങ്ങളും ഇന്റലിജൻസ് പോലും നൽകുകയും ചെയ്യുന്നത് ഇറാനാണ് എന്ന് ട്രംപ് തറപ്പിച്ചു പറയുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഭീകരരാണ് ഹൂതികളെന്നാണ് മറ്റു രാജ്യങ്ങളെ ഇറാൻ വിശ്വസിപ്പിച്ചിരിക്കുന്നതെന്നും അവർ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നതെന്നും വരുത്തി തീർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വെളിപ്പെടുത്തി. ഹൂതികളുടെ ഓരോ നീക്കവും നിയന്ത്രിക്കുന്നത് ഇറാനാണെന്നും അവർക്ക് ആയുധങ്ങൾ നൽകുന്നതും ഇറാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൂതികൾ തങ്ങൾക്കുനേരെ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവയ്പായി കണക്കാക്കുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇനി ഹൂതികൾ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഇറാൻ തന്നെയാണ് ഉത്തരവാദികളാകുക എന്നും അതിന്റെ അനന്തരഫലങ്ങളും പ്രത്യാഘാതങ്ങളും ഭയാനകമായിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായി ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യകാരണ ദുരിതമാണ് യമൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഹൂതി കലാപത്തെക്കുറിച്ച് UN അഭിപ്രായപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ടുണ്ട്. 2022 വരെ മാത്രം 3,77,000 മരണം സംഭവിച്ചുവെന്നും അതിൽ 60% പട്ടിണി മരണമായിരുന്നുവെന്നും UN ചൂണ്ടിക്കാട്ടുന്നു. അതിനു പുറമെ കോളറയടക്കമുള്ള പകർച്ചവ്യാധിയിലേക്കും ആളുകളെ തള്ളിയിട്ടു എന്നും UN വിലയിരുത്തി. 2017 സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടിരുന്നുവെങ്കിലും ഇത് സൈന്യം വെടിവെച്ചു വീഴ്ത്തിയിരുന്നു. ഇത് ഇറാൻ നൽകിയ മിസൈലാണ് എന്നാണ് സൗദിയുടെ ആരോപണം. തുടർന്നിങ്ങോട്ട് പലതവണയാണ് സൗദിക്ക് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത്. യമനിന്റെ ഔദ്യോഗിക ഭരണ നേതൃത്വം പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിനാണെങ്കിലും ഭൂരിപക്ഷം യമൻ ജനതകളും ജീവിക്കുന്നത് ഹൂതി നിയന്ത്രിത മേഖലകളിലാണ്. വടക്കൻ യമൻ, സന എന്നിവിടങ്ങളിലെല്ലാം നിലവിൽ പൂർണ്ണ നിയന്ത്രണം ഹൂതികൾക്കാണ്. ഇവർ ഇവിടെ സ്വന്തം കറൻസികൾ വരെ അച്ചടിച്ച് വിതരണം ചെയ്യുകയും നികുതി പിരിക്കുക പോലും ചെയ്യുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം ആളുകൾ വരെ ഹൂതി സായുധ സംഘത്തിലുണ്ട് എന്നാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. യമൻ തലസ്ഥാനമായ സനായിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലും അമേരിക്ക വ്യോമാക്രമണം തുടരുക തന്നെയാണ്. ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും പരിക്കേറ്റതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യമൻ തലസ്ഥാനമായ സന, സൗദി അറേബ്യയുടെ അതിർത്തിക്കടുത്തുള്ള വിമതരുടെ ശക്തി കേന്ദ്രമായ സാദ, മറ്റു പ്രവിശ്യകളിലുമെല്ലാം അമേരിക്ക വ്യോമാക്രമണം നടത്തുന്നുണ്ട്. മാർച്ച് 15-നാണ് ഹൂതി ഭീകരർക്കെതിരെ നിർണായകവും ശക്തവുമായ സൈനിക നടപടി ആരംഭിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത്. ഹൂതികളുടെ കടൽ കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കും എതിരെയാണ് നിലപാടെടുക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഹൂതികൾ അമേരിക്കക്കാർക്കും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമെതിരെ നിഷ്ഠൂരമായ ആക്രമണം നടത്തുകയാണെന്നാണ് ട്രംപിന്റെ വാദം. അതിനിടെ ഇസ്രയേലിലേക്ക് ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ നിർവീര്യമാക്കിയതായി ഇസ്രയേൽ സേന അവകാശപ്പെട്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയും ഹൂതികളും തമ്മിൽ സംഘർഷം നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇസ്രയേലിന് നേരെയുള്ള ഹൂതികളുടെ മിസൈൽ പ്രയോഗം. ഇതോടെ എന്ത് വില കൊടുത്തും ഹൂതികളെ നിർവീര്യമാക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ട്രംപും നെതന്യാഹുവും. മലയാളി വാർത്ത ഇൻസൈഡ്.